കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ചെത്തിരിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് കാണുന്ന 7 പ്രഖ്യാപനങ്ങളുണ്ട്. യേശു കർത്താവ് നടത്തിയ 7 പ്രഖ്യാപനങ്ങളുണ്ട്. അതിൽ പല ചിന്തകളുണ്ട്. അതിൽ ഒരു ഭാഗമാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കറിഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാകും, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകും, ഞാൻ വഴിയും സത്യവും ജീവനുമാകും. ഇങ്ങനെ തുടങ്ങി 7 പ്രഖ്യാപനങ്ങൾ യേശുവിനെ പറ്റി നടത്തി. യേശു തന്നെ പറഞ്ഞ പ്രഖ്യാപനങ്ങളുണ്ട് അല്ലേ. അതിൽ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ വായിച്ചത്. അത് സ്തോത്രം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്ന. ആരിൽ? കർത്താവിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മുടെ ഫലം നമ്മൾ കായ്ക്കുന്നു എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അല്ലേ. ആ യേശുക്രിസ്തുവിൽ നമ്മൾ ഫലം കായ്ച്ചെങ്കിലേ അത് പ്രയോജനമുള്ളതായിട്ട് മാറുകയുള്ളൂ. അല്ലാതെയുള്ള ഫലങ്ങളെല്ലാം പ്രയോജനമില്ലാത്തതാണ്. അതാണ് തിരുവചനം പറയുന്നത്, എന്നിൽ കായ്ക്കാത്ത സ്തോത്രം കൊമ്പൊക്കെയും എന്ത് ചെയ്യുന്നു? അവൻ നീക്കിക്കളയുന്നു എന്നുള്ളതാണ്. ഫലം കായ്ക്കാം, ഒരുപക്ഷെ ഫലം കായ്ച്ചെന്ന് വരാം, പക്ഷെ അത് കർത്താവിലല്ലെങ്കിൽ അത് നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? നീക്കിക്കളയുമെന്ന് തിരുവചനം പറയുന്നത്. അതിനകത്തൊരു ചിന്തയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ എന്നിൽ കായ്ക്കാത്ത കൊമ്പ്, അതിൻ്റെ അർത്ഥം കർത്താവിലല്ലാതെ കായ്ക്കുന്നവരുണ്ട്. സ്തോത്രം. എന്താ? ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ സ്ഥാനങ്ങൾ, ഭൗതികമായ ഉന്നതികൾ. സ്തോത്രം. അപ്പോഴൊക്കെ പലരും ചിന്തിക്കും, അത് കായ്ക്കുന്നതല്ലയോ, ഫലമല്ലയോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിലാണോ ആ ഫലം കായ്ക്കുന്നത്, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിലാണോ ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് ഇവിടെയുള്ളവർ നോക്കിയില്ലെങ്കിലും കർത്താവ് ശ്രദ്ധിക്കും. അതാണ് പറഞ്ഞത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും കർത്താവ് എന്ത് ചെയ്യും? നീക്കിക്കളയുവാൻ തക്കവണ്ണം ഇടവരുത്തും. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അല്ലേ. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യവും കാണും. പ്രൈസിൽ അഭിഷേകമുള്ള ദൈവകൃപയുള്ള നിന്റെ വിളി കേട്ടിറങ്ങി, വാഗ്ദത്തം കേട്ടിറങ്ങി, എനിക്ക് എന്തുകൊണ്ട് ഈ ചെത്ത് വരുന്നു, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ കടന്നു വരുന്നു, പ്രതിസന്ധികൾ കടന്നു വരുന്നു, ഒറ്റപ്പെടൽ കടന്നു വന്നു, എല്ലാ കണ്ണുകളും എങ്കലേക്കുന്നത് പോലെ എല്ലാ ആക്രമണങ്ങളും എല്ലാ പ്രതിസന്ധികളും എന്നിലേക്കാണല്ലോ വരുന്നത് എന്ന് ചിന്തിക്കുന്ന മേഖലകളെ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് സ്തോത്രം ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടവരും. എന്നാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നിൽ കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവ പൈതലെ, കർത്തൃദാസ, പ്രൈസർ വിശ്വാസിയെ, നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ദൂതാണ്, നീ ഫലം കായ്ക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചത്തു വരും, പ്രയാസം വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും. എന്താ കാരണം? നമ്മൾ നാട്ടുപുറത്തൊരു ചൊല്ല് പറയാറില്ലേ, ഫലം കായ്ക്കുന്നതിന് മരത്തിനല്ലയോ കല്ലേറുള്ളത്. സ്തോത്രം. ഫലം കായ്ക്കാത്ത മരത്തിനെ ആരും കല്ലെറിയാറില്ല. സ്തോത്രം. എന്നാൽ ഫലം കായ്ച്ചു നിൽക്കുന്ന മരത്തിനെതിരെ കല്ലേറുകൾ കടന്നു വരാറുണ്ട്. നിന്റെ മേൽ അഭിഷേകമുണ്ടോ, നിന്റെ മേൽ ശുശ്രൂഷയുണ്ടോ, നിന്റെ മേൽ ദൈവകൃപയുണ്ടോ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടോ, നിനക്കെതിരെ പ്രതിസന്ധികൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. അതിൻ്റെ അർത്ഥം പ്രൈസിൽ നീ നശിച്ചു പോകാൻ വേണ്ടിയല്ല, നീ അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പോസ്തലന്മാരിൽ വെച്ച് അത് സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും ഒന്നാമനായിട്ട് നമ്മൾ പറയുന്നത് പത്രോസിനെയാണ് അല്ലേ. എന്നാൽ തിരുവചനം നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായൊരു മനുഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നവനായിരുന്നു യോഹന്നാൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് സ്തോത്രം, ആ 11-12 അപ്പോസ്തലന്മാരിൽ ഒരാൾ യൂദാ പോയതിനു ശേഷം 11 പേരുണ്ട്. ഈ 11 പേരിൽ 10 പേരും രക്തസാക്ഷിത്വ മരണത്തിലൂടെ മാറ്റപ്പെടുമ്പോൾ അല്ലെ ഒരു സാധാരണ ഇല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു മരണം ലഭിച്ചയാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. കാരണം യോഹന്നാന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടത വലുതാണ്. അല്ലെ സ്തോത്രം. പത്മോസ് എന്ന ദൈവന്റെ ഏകാന്തതയിലേക്ക് എടുത്തെറിയപ്പെട്ട മനുഷ്യൻ. അല്ലെ സ്തോത്രം. ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത പ്രതിസന്ധി
പ്രതിസന്ധിയിലൂടെ ദൈവം യോഹന്നാനെ കടത്തിവിട്ടപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുകയാണ്. ആർക്കും കൈമാറാൻ കഴിയാത്തൊരു വെളിപ്പാട് ദൈവം യോഹന്നാന് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അതാണ് ഈ ചെത്തെന്ന് പറയുന്നത്. അധികം ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് ചെത്തി വെടിപ്പാക്കുന്നു. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ ലോകത്തിൽ സംഭവിപ്പാനിരിക്കുന്ന വെളിപ്പാടിനെ കുറിച്ച് ദൈവം കൈമാറിയത് യോഹന്നാനായിരുന്നു. ആരും അനുഭവിക്കാത്ത കഷ്ടതയിലൂടെ, ആരും അനുഭവിക്കാത്ത പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. ആരും കാണാത്തൊരു വെളിപ്പാട്, ആർക്കും കയറാൻ കഴിയാത്തൊരു ദൈവിക വെളിപ്പാടിലേക്ക്, ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഓരോ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ മറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.